പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ MLA-യുടെ അനുയായി ടി പുരുഷോത്തമന്റെ ഷെഡ് കത്തിച്ചതിൽ പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട LDF മാർച്ച് നടത്തി. ഷെഡ് കത്തിച്ചതിൽ CPM-ന് പങ്കില്ലെന്നും യഥാർത്ഥ പ്രതികളെ പിടികൂടണമെന്നും ആവശ്യപ്പെട്ടാണ് മാർച്ച് സംഘടിപ്പിച്ചത്. പയ്യന്നൂരിലെ സ്ഥാനാർത്ഥിയെ മാറ്റാതിരുന്നത് ആരോപണങ്ങൾ ശരിയാണെന്ന് വ്യാഖ്യാനിക്കാതിരിക്കാനാണെന്ന് KK രാഗേഷ് പറഞ്ഞു. പയ്യന്നൂരിലെ അക്രമ സംഭവങ്ങളിൽ യഥാർത്ഥ പ്രതികളെ പിടികൂടണം, ഇടതുവിരുദ്ധ പ്രചാരണം അവസാനിപ്പിക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് LDF പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DYSP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഉദ്ഘാടനത്തിനിടെ പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനമുണ്ടായി. പല അക്രമ സംഭവങ്ങളിലും കള്ളൻ കപ്പലിൽ തന്നെയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞു. ഈ പ്രതികളെ പിടിക്കുമ്പോൾ ചിലരുടെ എല്ലാം മുഖം മൂടി ഞാൻ പറഞ്ഞ നാരദന്മാരുടെ ഇവിടെയുള്ള വലിയ വിപ്ലവകാരിയുടെ പിന്നിൽ നിൽക്കുന്ന മഹാനാരദന്റെ ഒക്കെ മുഖം മൂടി അരിഞ്ഞുകൂടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പയ്യന്നൂരിലെ സ്ഥാനാർത്ഥിയെ മാറ്റാതിരുന്നത് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് ശരിയാണെന്ന് ജനം തെറ്റിദ്ധരിക്കുമെന്നതിനാലാണെന്ന് രാഗേഷ് വെളിപ്പെടുത്തി. ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള സമയമൊന്നും ഞങ്ങൾക്കില്ല, പാർട്ടിക്കില്ല. ആ സമയമില്ലാത്തതുകൊണ്ട് ആ സമയത്ത് ആലോചിച്ച് സ്ഥാനാർത്ഥിയെ മാറ്റുന്നതായിരുന്നു നല്ലത്. അല്ലാണ്ട് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് ശരിയാണെന്ന് കേട്ടിട്ടല്ല, സ്ഥാനാർത്ഥിയെ മാറ്റുന്നതായിരുന്നു നല്ലത്. അപ്പൊ ഉടനെ തന്നെ കുഞ്ഞികൃഷ്ണൻ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ, നിങ്ങൾ പറഞ്ഞ ഗുണപ്രദങ്ങൾ ശരിയാണെന്നല്ല എന്റെ അർത്ഥം. പയ്യന്നൂരിൽ സമാധാന അന്തരീക്ഷം തകർക്കാനാണ് CPM-ന്റെ ശ്രമമെന്നും DYSP ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് അതിന്റെ മുന്നോടിയാണെന്നുമാണ് വി കുഞ്ഞികൃഷ്ണന്റെ മറുപടി. വീണ്ടും അക്രമങ്ങൾക്ക് കോപ്പുകൂട്ടാനാണ് LDF ശ്രമിക്കുന്നത് എന്നതാണ് ഇന്നത്തെ DYSP ഓഫീസ് മാർച്ചിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് ഉത്തേജനം നൽകുന്ന വിധത്തിലുള്ള പ്രസംഗമാണ് ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. കഴിഞ്ഞ ജൂലൈ 23-നാണ് കുഞ്ഞികൃഷ്ണന്റെ അനുയായി ടി പുരുഷോത്തമന്റെ ചെമ്മീൻ കൃഷിയോട് ചേർന്നുള്ള ഷെഡ് കത്തിച്ചത്. പയ്യന്നൂർ പോലീസ് സംഭവത്തിൽ അന്വേഷണം നടത്തിവരികയാണ്. മീഡിയ 1 കണ്ണൂർ.